ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് മദ്രസ പഠനം എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് സ്കൂളുകളിൽ സമയപരിധി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന ഒരു ന്യൂസാണ് കണ്ടത്. അതായത് അരമണിക്കൂർ രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അങ്ങനെയാണ് പറയുന്നതായി കേട്ടത്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ ഇത്ര സംസാരിക്കാനുള്ളതെന്ന് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, മദ്രസകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവർ അതിരാവിലെ എണീറ്റാണ് മദ്രസകളിൽ പോകുന്നതും അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് അവരെ പൊതുവിദ്യാഭ്യാസം, അവർക്ക് നേടേണ്ട വിദ്യാഭ്യാസത്തിലേക്ക് അവരെത്തുന്നത്. അതായത് മതപരമായ വിദ്യാഭ്യാസം അവർക്ക് ഒഴിവാക്കാൻ പറ്റുകയുമില്ല. എന്നാൽ അവർക്ക് വിജ്ഞാനത്തെ അവരെതിർക്കുന്നതുമില്ല. അവർ സ്കൂളുകളിൽ വരുന്നു. ഓരോ സമയത്ത് എല്ലാത്തിനും അതിൻ്റെതായ സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവരാൻ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ മദ്രസകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആവലാതിയും വേവലാതിയും എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് വരെ ഒരു മദ്രസയിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ മദ്രസ പഠിക്കാത്തൊരു ആൾ കൂടിയാണ്. പക്ഷേ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ മദ്രസകളിൽ പോയിട്ട് രാവിലെ പോയി പഠിച്ച് അല്ലെങ്കിൽ മദ്രസയിൽ ഓതാൻ പോയിട്ട് വരും. അതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് വരിക. പക്ഷേ അതൊരു മതവിദ്യാഭ്യാസവും അവർക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയല്ലേ. അവരതിൽ നിന്നും സ്വൈത്തമാക്കുന്നത് എന്താണ്? എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കണം, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പോലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്നും വിദ്വേഷവും അതുപോലെ വിഭാഗീയതയും കാണുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വാക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വല്ലാതെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ വർണ്ണിച്ച് അത് വലിയ രീതിയിൽ വലിയൊരു കലഹം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വീഡിയോയും അല്ലെങ്കിൽ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് മിക്കതും മുസ്ലിം കുട്ടികളായിരിക്കും. അവരൊക്കെ രാവിലെ ഞാൻ ചോദിക്കും, രാവിലെ എവിടെ നിങ്ങൾ എന്തൊക്കെയാണ് രാവിലെ ചെയ്യാന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ഇപ്പം ഡയറി എഴുതാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം ഇവരിങ്ങനെ രാവിലെ ഞങ്ങളിങ്ങനെ ഇന്നവിടെ പോയി, വള്ളിയിൽ പോയി, അല്ലെങ്കിൽ നിസ്കരിച്ചു, ഓതാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. കാരണം ഞങ്ങളൊക്കെ എണീറ്റ ഉടനെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ചിലപ്പോൾ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, കാരണം അതൊരു നിർബന്ധിതമല്ല. പിന്നെ മതങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇസ്ലാം മത വിശ്വാസികളുടെ വീട്ടിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ ഖുർആൻ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പം അതിന് അത്രമാത്രം അവരെ ബഹുമാനിച്ചും ആദരിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പം അത്രയും നല്ല രീതിയിൽ അവർ പോകുമ്പോൾ അവരെയും കൂടെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സമയ ക്രമീകരണം ശരിയല്ല എന്നതുകൂടിയാണ് എനിക്കിവിടെ കൂട്ടിച്ചേർക്കേണ്ടത്. കാരണം രാവിലെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ 6 മണിക്ക്, ഇപ്പോൾ 7 മണിക്കാണ് മദ്രസ എന്നെങ്കിൽ ടൈം കൃത്യമായിട്ട് എനിക്കറിയില്ല, എങ്കിൽ കൂടെ ഏകദേശം ഒരു ടൈം ഒരു 6 മണിക്കൊക്കെ പോകണമെങ്കിൽ അവരൊരു 5 മണിക്കെങ്കിലും എണീറ്റ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിസ്കരിച്ച് എന്നിട്ട് വേണം ഇവർക്ക് ഈ മദ്രസകളിൽ പോകാനായിട്ട്. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന സമയം 8-8:30 ആകുമ്പോഴേക്കും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോകാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഇതൊന്നും 15 മിനിറ്റ് നേരത്തെ എത്തണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് എനിക്കും അഭിപ്രായമുള്ളത്. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് മാനസികപരമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഈ രാവിലേക്ക് എണീറ്റ്. ഈ കുട്ടികൾ അവരവർക്ക് പറ്റുന്ന രീതിയിലല്ലേ അവർക്ക് ഓടാൻ പറ്റുള്ളൂ. അത് കുഞ്ഞു കുട്ടികൾ തുടങ്ങി തന്നെയാണ് അവർ വലിയ മക്കളാകുന്നത് വരെയും ഈ ഒരു മദ്രസയിലെ വിദ്യാഭ്യാസം ഇവർ സ്വായത്തമാക്കുന്നത്. അത് അവരുടെ ആയുഷ്കാലം മുഴുവൻ അവർ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ ആ മദ്രസയിൽ നിന്ന് കിട്ടുന്നു. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ നിന്നും, മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം മദ്രസകളിൽ നിന്നും, സ്കൂളുകളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്നും
കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മദ്രസകളിൽ പോകുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റാത്ത ലെവലിൽ നിങ്ങൾ സ്കൂളിലേക്ക് മാത്രം വന്നാൽ മതി, മദ്രസകളിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിലുള്ള നിയമം കൊണ്ടുവരുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ആ കുഞ്ഞുങ്ങൾ എണീക്കുന്നത് 6 മണിക്ക് മദ്രസയിൽ പോകണമെങ്കിൽ ഒരു കുട്ടി ഏകദേശം ഒരു 5 മണിക്കെങ്കിലും എണീക്കണം അല്ലേ. ചില കുട്ടികൾ 4:30-ക്കെങ്കിലും എണീക്കും. കാരണം ലേഡീസൊക്കെ ആണെച്ചാൽ ഗേൾസ് ആണെച്ചാൽ 4:30-ക്കെങ്കിലും എണീക്കും. കാരണം ചില കുട്ടികൾ കുറച്ച് സ്ലോ ആയിരിക്കാം. അപ്പോൾ അവർ ഒരു 4:30-ക്കെങ്കിലും എണീറ്റ് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ അത് അവർക്ക് നിർബന്ധിതമായതുകൊണ്ട് അവർക്കത് വിഷയമല്ല. പക്ഷേ ഒരു അരമണിക്കൂറായിരിക്കും അവർക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിക്കാനുള്ള ടൈം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ആ ടൈം പോലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ആ സ്കൂളുകളിലേക്ക് കൃത്യ ടൈമിൽ, അതും ലേറ്റ് ആവുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അവരാരും വൈകി തന്നെ സ്കൂളുകളിൽ എത്തുന്നില്ല എന്നതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം രാവിലത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അവർ എത്തുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ എന്തിനാണ് ഇങ്ങനെ വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പിന്നെ ഒരു സമയക്രമീകരണം നമ്മൾ ഉണ്ടാക്കുന്നത്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ മദ്രസകളിൽ പോയിട്ട് തന്നെയാണ് വരാറ്. പക്ഷേ അവർ ലേറ്റായി വരികയോ അങ്ങനെയൊന്നുമില്ല. അവർക്കത് നിർബന്ധിതമാണ്. അവർ ആ ജീവിതവുമായിട്ട് പിന്നെ എന്താ പറയുക, ആ ജീവിതവുമായി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസവുമായിട്ട് അവർ അത് ഇഴുകിച്ചേർന്ന് പോകുന്ന ആളുകളാണ്. അവരെ വിഭജിക്കാനും നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? അവർ സ്വൈത്തമാക്കുന്നത് ഒരു ജീവിതകാലം മുഴുവനും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർ അവിടെ നിന്ന് നേടിയെടുക്കുന്നു. വെറും ഖുർആൻ എന്ന് പറയുന്ന അച്ചടിക്കുന്ന ആ ഭാഷകൾ അല്ലെങ്കിൽ ആ ഒരു അറബി വെറുതെ ജസ്റ്റ് പഠിച്ചിട്ട് വരുന്ന കാര്യമല്ല അത് അവർ മനസ്സിൽ ഉൾക്കൊണ്ട് അവിടെ നിന്ന് കിട്ടാവുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവർ പഠിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ആളുകളൊന്നും പെറ്റമ്മനെ പിന്നെ വഴിയിൽ തള്ളുകയോ അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുകയോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, അധ്യാപകരെ പിന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയോ പിന്നെ ഇതപ്പോൾ എവിടെയും ഞാൻ കേട്ടിരുന്നു, മുടി മുറിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആ അധ്യാപകനെ ആ ഒരു വിദ്യാർത്ഥി കുത്തി കൊന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയൊന്നും ഇവർ അങ്ങനെയൊന്നും പഠിക്കരുത് എന്നാണ് അവർ അവരുടേതായ ആ ഒരു മതത്തിൽ അവർ പഠിക്കുന്നത്. അപ്പോൾ എന്ന് വിചാരിച്ച് എൻ്റെ മതം തെറ്റാണ് അല്ലെങ്കിൽ അവരുടെ മതം ഓക്കെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ഗ്രന്ഥങ്ങളും അതുപോലെ അവരവരുടേതായ വിദ്യാഭ്യാസവും ഉണ്ട് അല്ലേ. ഓരോ മതവിദ്യാഭ്യാസവും ഉണ്ടാവും. പക്ഷേ എന്തിനാണ് മറ്റുള്ള മതങ്ങളിലെ വ്രണപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തിനാണ് ഓരോ നിയമങ്ങളും കൊണ്ടുവരുന്നത്? അതും കൂടെ എനിക്കിവിടെ ചോദിക്കാനുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റ് ലേറ്റായിട്ടും രാവിലെ 15 മിനിറ്റ് കൂടുതലാണ് എടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ, നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ടയേർഡ് ആവുമല്ലേ. ഞാനൊരു അമ്മയാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഇത്ര നേരത്തെ പോയിട്ട് ഇവിടെ നിന്ന് അവരും എന്താ പറയുക എണീറ്റ് ഭയങ്കര ടയേർഡായിട്ട് ഇപ്പം മദ്രസയിൽ പോകാത്ത കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാവും. അവർക്കും എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിലൊരുപാട് ടെൻഷൻ ആവുകയാണ് ചെയ്യുക. അരമണിക്കൂറൊക്കെ അവർക്ക് വലിയ വിലയുണ്ട് ആ ഒരു സമയത്തിന്. അപ്പോൾ ഞാൻ പഠിച്ച ആ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ 2001, 2018 ആ കാലഘട്ടങ്ങളിലേക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കണം കേട്ടോ. കാരണം ഇതുപോലെയൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതെന്തത് സുംബ ഡാൻസ്, ആണും പെണ്ണും ചേർന്ന് പിന്നെ ഡാൻസ് കളിച്ചാലേ അല്ലെങ്കിൽ എനർജി വരുള്ളൂ, അങ്ങനെയൊന്നും അന്നൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ഞങ്ങളുടെ പൗലോസ് മാഷിൻ്റെ എക്സസൈസൊക്കെ കാണണം. ആ ഒരു എക്സസൈസിലാണ്, അത് ലേഡീസ് ഒരു സ്ഥലത്ത് ബോയ്സ് ഒരു സ്ഥലത്ത്, അങ്ങനെ വേണം പഠിപ്പിക്കാനായിട്ട്. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഒരു പവിത്രത ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ പഠിച്ചു വരണം. എന്നാലാണ് ഈ പിന്നെ അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് എന്താ പറയുക ആവാം, ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരുപാട് ആവാം. പക്ഷെ അത് ഓവറായാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ KT ജലീൽ, ET മുഹമ്മദ് ബഷീർ, MA ബേബി, അതുപോലെ പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ,
നാലകത്ത് സൂപ്പി. ഈ വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ അസലായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവരെക്കുറിച്ചൊന്നും ആരും കുറ്റം പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പിന്നെ വടി താഴെ വയ്ക്കാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു. അതോടുകൂടെ നന്നായി പഠിക്കുന്ന കുട്ടികളടക്കം മോശമായി. അതുപോലെ ലഹരി മാഫിയ സ്കൂളിൻ്റെ ഗേറ്റ് വരെ എത്തി, സ്കൂളിലും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്തുന്നത് ശരിക്കും വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പോരായ്മകൾ കൊണ്ട് തന്നെയാണ്. അല്ലാതെ കുട്ടികളുടെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ കുട്ടികളാണ് അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സുംബ ഡാൻസിന് വേണ്ടിയിട്ട് അരമണിക്കൂർ സമയക്രമീകരണം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഇത് സുംബ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അരമണിക്കൂർ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഉണ്ട്. എന്തായാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന സമസ്തയുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒന്നും ഇതുവരെ തെറ്റായി എന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എല്ലാ മതരാഷ്ട്രീയ ആൾക്കാരും സമ്മതിച്ചിട്ടുമുണ്ട്. ഇതുവരെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരിതും പറഞ്ഞിട്ടില്ല. കാരണം 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ് സമസ്തയെ കുറിച്ച് ഞാൻ ഒരുപാട് വർണ്ണിക്കാനല്ല ഞാനിവിടെ വന്നത്. കാരണം സമസ്തയെ കുറിച്ച് ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സമസ്ത സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മദ്രസയിലെ മക്കളുടെ സമയം ഭയങ്കര പ്രശ്നം തന്നെയാണ്. സ്കൂളുകളിൽ അരമണിക്കൂർ കൂട്ടുമ്പോൾ രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റ് ലേറ്റായിട്ടും വിടുമ്പോൾ കുഞ്ഞുങ്ങൾ വല്ലാതെ തളരും, അവർ ടയേർഡാകും. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തിന് അത് ബുദ്ധിമുട്ടാവുമെന്നുള്ളത് അവരവരുടെ കാര്യം മുഖം നോക്കാതെ അവരവിടെ അവതരിപ്പിക്കുകയാണ്. അവരുടെ മതത്തിനെ വിള്ളലേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മതപഠനത്തിനെ ബാധിക്കും എന്നവർക്ക് ചിന്തയുള്ളത് കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എതിർപ്പും വിദ്വേഷവും ഉണ്ടായിട്ട് വേണോ എൻ്റെ സാറേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സമയം കൂട്ടാനായിട്ട്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരിക്കലും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ആ വിദ്യാഭ്യാസം, അതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ മന്ത്രിമാരും. ഇപ്പോഴത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയതയും വിഭാഗീയതയും മക്കളിൽ വിഷം വരെ കുത്തി നിറയ്ക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ട് പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. നന്ദി, നമസ്കാരം.